ഹായ് ഹലോ. അപ്പോൾ കുറേ നാളായി ഞാൻ സൺഡേ വീഡിയോസ് ഇട്ടിട്ട് വ്ലോഗ് ഇട്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഷോർട്സ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ന് നമ്മൾ റെഡി ആവുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കാണിക്കാൻ കാരണം ഇതെനിക്ക് മേടിച്ചപ്പോൾ അത്രയധികം ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇട്ടിട്ട് വന്നപ്പോൾ മാത്രമല്ല എൻ്റെ ടാനൊക്കെ മാറി നല്ല സെറ്റായപ്പോഴത്തേനും എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ എന്ത് ചെയ്യാൻ, ഇത് കഴിഞ്ഞുപോയി. പിന്നെ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൗഡർ ക്രീം പോലെയാണ്. പക്ഷെ ഇത് ചുണ്ടെന്നൊന്നും അധികമൊന്നും പോകുന്നില്ല. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. കാരണം ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ രാവിലെ തൊട്ട് ഉച്ച ഒരു 2 മണി 3 മണി വരെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് സാധാരണ പോലെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈമർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനാ പ്രൈമർ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസും അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒത്തിരി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് എന്താ പറയുക, ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാരിയറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ദെൻ പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയുന്നത്, കളർ കറക്റ്ററിനെ പറ്റിയിട്ട് ആധികാരികമായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് കളറില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ബ്ലർ ഔട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കളർ കറക്റ്റർ. നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. എൻ്റെ ചുണ്ടിന് ചുറ്റും ഇതുപോലെ നന്നായിട്ട് കറുപ്പ് കളർ ഉണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് മാറ്റിയതാണ് കേട്ടോ, അല്ലാണ്ട് ഇത് യൂസ് ചെയ്തിട്ടല്ല. ഇപ്പം ഞാൻ കണ്ണിന് ചുറ്റും മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിലൊക്കെ ആയ കാരണം കൊണ്ട് നമ്മൾ ഇതുപോലെ എന്താ പറയുക, ക്രീം ബേസ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലത്ത് ഞാൻ നടന്ന് ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് ദെൻ ബസ്സിനൊക്കെ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് മെയിനായിട്ട് മേക്കപ്പ് നന്നായിട്ട് ഇളകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു നൈസായിട്ട് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. ആ കണ്ണിൻ്റെ അവിടെയുള്ള ആ ഒരു കണ്ണെഴുതുന്ന കാരണം കൊണ്ട് അവിടെയുള്ള ഒരു കറുപ്പ കളർ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ ചെയ്യുന്നു വേണ്ട. ഞാൻ പണ്ടിങ്ങനെ ചെയ്യാറൊന്നുമില്ല, പക്ഷേ കണ്ണെഴുതുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതുപോലത്തെ ക്രീം പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിനായിട്ട് മുന്നേ അതെന്തായാലും നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നൈറ്റ് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കട്ടെ. പിന്നെ ഞാൻ വളവളാന്ന് വർത്താനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ മേക്കപ്പിൻ്റെ കൂടെ കാരണം കുറച്ചും കൂടെ ലാഗായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫാസ്റ്റായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ദെൻ ഞാൻ ഹൈലൈറ്റർ ഇടുന്നുണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ മാത്രമല്ല മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ആ ഒരു കളർ കറക്റ്ററിൻ്റെ മേലെ അത്രയും പോർഷനിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഓറഞ്ച് കളർ പോകാൻ വേണ്ടിയിട്ട്, കണ്ണിൻ്റെ ഇവിടുത്തെ ആ കറുപ്പ് കളർ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സംഭവം നല്ലതാണ്. നല്ല ഇൻടാക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. പ്രൊഡക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെള്ളം നനച്ചാലൊന്നും അങ്ങനെ പോവില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ധൈര്യപ്പെട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനൊന്ന് ബ്രഷ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ ഇട്ടിട്ടാട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പൗഡർ ഇടുന്നത് ഞാൻ കാണിച്ചില്ല, അത് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഞാൻ കണ്ണെഴുതാൻ പോവാണ്. ഇത് ഷുഗറിൻ്റെ ഐലൈനർ കാജലാണ്. കുറേ നേരം സ്മഡ്ജ് ആവാണ്ട് നിൽക്കുന്നുണ്ട്, കാരണം ഞാൻ ഡാസ്ലർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഫേസ് സ്കാനറുടെയും പിന്നെ മാമൗത്തിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാമൗത്തിൻ്റെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫേസ് സ്കാനറുടെ ഇങ്ങനെ ബ്ലാക്ക് കളറാവാൻ ഭയങ്കരമായിട്ട് താമസം എടുക്കുമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഷുഗറിൻ്റെ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞു പോകും. ആകെ ഒരു 4 ഗ്രാമോ 5 ഗ്രാമോ അങ്ങോട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് പോയത് ഒടിഞ്ഞു പോലത്തെ അവസ്ഥ ആലോചിക്കുക. ആക്ച്വലി ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സംഭവം സ്കെച്ച് പെൻസിൽ എടുത്തെങ്കിലും കണ്ണെഴുതി വന്നപ്പോൾ എനിക്ക് തോന്നിയ ഇത് വേണ്ടാന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തെറ്റി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല, പിന്നെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു ഗ്ലോസിനെസ് നിൽക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ആദ്യം എഴുതിയിട്ട് അതുപോലെ തന്നെ ഞാൻ മായ്ച്ചു കളഞ്ഞതിന് ശേഷം സാധാ നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, മുന്നല്ല കുറച്ച് നാൾ മുന്നേ ഡാസ്ലറിൻ്റെ നമ്മളൊരു കുഞ്ഞ് ഐലൈനർ കുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് എഴുതിയത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ മേലെ നോക്കിയിട്ട് ഐലൈനർ വെച്ചിട്ട് എഴുതാനേ പറ്റുള്ളൂ, താഴെ നോക്കിയിട്ട് എനിക്ക് എഴുതാൻ അങ്ങനെ പറ്റുന്നില്ല. എൻ്റെ ഹൂഡഡ് ഐ ആണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊരു ഹൂഡഡ് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതി വാലിട്ട് വന്നപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ വല്ലാണ്ട് കൊളായി. അപ്പോൾ ഈ വാലിടുന്നതിൻ്റെ ഇടയിലാണ് പാരു വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് വൈകുന്നേരത്തേക്ക് പ്ലാൻ മാറ്റാമെന്ന് പറഞ്ഞത്. കണ്ടോ, ഇതേപോലെ രണ്ടും 2 തരത്തിലായി കേട്ടോ. എന്നിട്ട് ഞാൻ ഫുള്ള് മാച്ച് കളഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പര് നമുക്ക് വൈകുന്നേരം പോവാമെന്ന്. അപ്പം ഞാൻ എല്ലാം മാച്ച് കളഞ്ഞു. ദെൻ പിന്നെ ഞാൻ 2 മണിക്ക് ശേഷമാണ് ഈ കാണിക്കുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മോന്ത ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നു. ഫുൾ ചേഞ്ച് ചെയ്ത് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇട്ടു കേട്ടോ.
എന്നിട്ടാണ് ഞാൻ റെഡിയാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് സൺഡേ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ ഈ ഒരു കണ്ണാടിയുടെ മുന്നിലിരുന്ന് ഒരുങ്ങൽ തന്നെയായിരുന്നു പരിപാടി. ദെൻ ഞാൻ ഈ ഒരു സ്കാർലെസ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ് ലൈനർ ഫുള്ളും ലിപ്സിൽ ഫുള്ളും ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൊന്നും എഴുതാൻ നിന്നില്ല കാരണം 2 മണി 3 മണി ആയല്ലോ. അത് കാരണം കൊണ്ട് രാവിലെ ഇട്ടതിൻ്റെ കുറച്ചിങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുമ്മേ കൂടെ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഒരു പൊട്ടിട്ടു, കമ്മലിട്ടു. ദെൻ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഞാൻ ഷോപ്സിൽ നിന്ന് വാങ്ങിയതാണ്. പന്നയായിരുന്നു കേട്ടോ, പന്ന. നല്ല കോട്ടൺ ആണ്, പക്ഷേ ഒരു നരച്ച പോലെയായിരുന്നു. നന്നായി നെയിലടിക്കണുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വെറ്റ് വൈപ്സ് സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കൈക്കും കാലിനും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ഓയിലി ടൈപ്പ് ആയ കാരണം കൊണ്ട് എനിക്ക് ഫേസിന് പറ്റൂലായിരുന്നു. ഈ ഒരു പോക്ക് പോയിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വന്നത്.